what's up guys, my name is John. Welcome to Zbox. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്കെയറി ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആരും ഇത് വീട്ടിൽ ശ്രമിക്കരുത്. മുതിർന്നവരാണെങ്കിലും വളരെയധികം പ്രാക്ടീസോട് കൂടി മാത്രം ശ്രമിക്കുക. അപ്പോൾ നേരെ നമ്മുടെ ആക്ടിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ഡ്രിൽ മെഷീനും ഒരു ബിറ്റുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആക്ടിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ പവർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ പവർ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടാണ്. അതുകൊണ്ട് തന്നെ ആരും ശ്രമിക്കരുത്. നമ്മുടെ ഈ ഡേഞ്ചറസ് ആക്ട് പലരും അനുകരിക്കുന്നത്, പലരും ചെയ്യുന്നത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും അത് അനുകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ട്രിക്കിലേക്ക്, അതായത് ഫണ്ണി സൈഡിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ആക്ട് പലപ്പോഴും നമ്മളൊരു മാജിക് ട്രിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു പല സന്യാസിമാർ കാണിക്കൽ, അങ്ങനത്തെ മജീഷ്യൻസ് കാണിക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ആൾക്കാർ ഇത് റിയൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഫേക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ഇപ്പം ഞാൻ ചെയ്ത പോലെ എന്നെ പോലെ ഫേക്ക് ആയിട്ട് കാണിക്കുന്നവരാണ്. അപ്പോൾ ഞാനിതിൻ്റെ ട്രിക്കുകൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബിറ്റ്, ആ ബിറ്റ് ഒരിക്കലും നമ്മൾ ഈ ആക്ടിൽ ഏർപ്പെടുന്ന ആൾക്കാർ വളരെ ചെറിയ ബിറ്റ് ഉപയോഗിക്കാറില്ല. അത്യാവശ്യം വലിപ്പമുള്ള ബിറ്റ് തന്നെയാണ്. അപ്പോൾ കാണുന്ന ആൾക്കാർക്കും അതൊരു കൗതുകമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വലിയ ബിറ്റുകൾ അവർ പ്രൈമറിലി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് സൈഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഈ വലിയ ബിറ്റാകുമ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ, അതായത് പ്രതലം ഭയങ്കര വലിപ്പമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെനിട്രേഷൻ പവർ, അതായത് നമ്മുടെ ഇതിലേക്ക് ബോർഡിലേക്ക് ഇപ്പോൾ ഒരു മുട്ട് സ്വിച്ച് നമ്മൾ എടുക്കുക, അത് വളരെ ചെറുതാണ്. അപ്പോൾ അത് കുത്തുമ്പോൾ നല്ല വേദന ഉണ്ടാവും, അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഡ്രിൽ ബിറ്റ് ഈ വലിയ സൈസ് ആകുന്നതുകൊണ്ട് അതിലേക്ക് നമ്മുടെ മാംസത്തിലേക്ക് കയറാനായിട്ടോ അല്ലെങ്കിൽ എല്ലിമേക്ക് കയറാനായിട്ടുള്ള ഒരു പോയിന്റ്, ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ബിറ്റിൻ്റെ വരുന്നൊരു സെറ്റപ്പ്. പിന്നെ ചില ആൾക്കാരുകൾ ഈ ബിറ്റിൻ്റെ സൈഡ് നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്തിട്ട് അവിടെ ചെറിയ നമ്മുടെ സൈക്കിളിൻ്റെ ബെയറിങ്ങിലൊക്കെ കിട്ടുന്ന ബോളില്ലേ, അത് ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡ്രില്ല് ഫോർവേഡ് ഡയറക്ഷനിലും റിവേഴ്സ് ഡയറക്ഷനിലും കറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ആക്ടിൽ ഏർപ്പെടുന്ന ഒരാൾക്കാരും ഇത് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കില്ല കറക്കുന്നത്. ഫേക്കായിട്ട് കാണിക്കുന്നവരെല്ലാം തന്നെ ഇതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചതും റിവേഴ്സ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, കണ്ടില്ലേ? റിവേഴ്സ് ഡയറക്ഷനിൽ ഇതിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് വെച്ച് കാണിച്ചത്. ഇനി ഞാനിപ്പോൾ എൻ്റെ കൈമയൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കൈമ ഈ സംഗതി കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ കൈമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സംഗതി കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കൈമ ചെറുതായിട്ട് പൊട്ടൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഈ ട്രിക്കിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മുടെ പ്രാക്ടീസ്. അപ്പോൾ ഈ ആക്ടിൽ ഏർപ്പെടുന്ന ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൈമ ഒരു ചെറിയൊരു പാട് കണ്ടില്ലേ, തൊലി പോയത് കണ്ടില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഡ്രില്ല് കൊടുക്കുന്ന സമയത്ത്, കൈമയ്ക്ക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് അവിടെ അത് ബ്ലോക്ക് ചെയ്യാനായിട്ട്, ആ പ്രഷർ ബ്ലോക്ക് ചെയ്യാനായിട്ട് അവിടെ ഒന്നുമില്ല, വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ തൊലി, സ്കിന്ന് ചൂടായി അവിടെ പൊട്ടിപ്പോയതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാനിവിടെ തലയമ കാണിക്കുന്ന സമയത്ത് ഞാൻ ഈ കൈ കൊണ്ട് ഇവിടുത്തെ ഹാൻഡിലുമേ കണ്ടോ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ട് വരാവുന്ന രീതിയിൽ കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ മാത്രമാണ് ആക്ഷൻ വരുന്നത്. അപ്പോൾ അതും വലിയൊരു ഘടകമാണ്. ഈ കൈയുടെ പ്രഷർ എപ്പോഴെങ്കിലും കുറഞ്ഞാൽ തന്നെ ഇത് നമ്മുടെ ഇവിടെ വന്ന് ഫോർവേഡ് ഡയറക്ഷൻ അത്രയും തീവ്രതയോട് കൂടി പോവില്ല. പക്ഷേ എന്നിരുന്നാലും റിവേഴ്സ് ആണെങ്കിൽ പോലും ഇവിടെ ചിലപ്പോൾ പൊട്ടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മാജിക്കിൻ്റെ ട്രിക്കുകൾ. അപ്പോൾ ഈ മാജിക് ട്രിക്ക് ആരും പരീക്ഷിച്ച് നോക്കരുത്, ഇത്തിരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ വ്യക്തമായ ഒരു നല്ല രീതിയിൽ പ്രാക്ടീസ്. ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം ചെയ്തിട്ടാണ്, എന്നിരുന്നിട്ട് പോലും കൈമ ചെയ്തപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു കിടിലൻ കണ്ടന്റ് വരുന്നതായിരിക്കും. ബൈ.